ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കഡിൽ സ്റ്റാർസ്. സോ എല്ലാവരും വിചാരിക്കും എന്താണ് ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തത്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ, ഇത്രയെന്ന് വെച്ചാൽ 1K സബ്സ്ക്രൈബൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താ എനിക്ക് അഹങ്കാരമായോ വലിയ ജാടയായോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആണോ ഞാൻ വീഡിയോ ഇടാത്തതെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. ബട്ട് അതൊന്നല്ല ഗൈസ്, അതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാത്തത്. ഞാൻ 2 ദിവസം മൂന്നാർ ട്രിപ്പിലായിരുന്നു. മൂന്നാർ എന്ന് പറയാൻ പറ്റില്ല, മൂന്നാർ അങ്ങനെ കയറില്ല, ഇടുക്കി ഏകദേശം ഫുള്ള് കറങ്ങി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ട്രിപ്പ് കയറുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് 2 ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല. 2 ദിവസം മീൻസ് ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. അതുകൊണ്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്താലും വലിയ ബ്രൈറ്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത്. കുഴപ്പമില്ല, കറണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഏകദേശം മഴക്കല്ലേ, അതുകൊണ്ടാണ് കറണ്ട് പോയത്. ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. കറണ്ട് ഉള്ള സമയത്ത് ഞാൻ പരമാവധി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയണത്, പിന്നെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഗീവ് അവേ റിസൾട്ട്സിൻ്റെ കാര്യമാണ്. ഗീവ് അവേ റിസൾട്ട്സ് 25th May അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇല്ല. അതുമാത്രമല്ല, കറണ്ട് ഇല്ല, ഞാൻ ടൂറിലും ആയിരുന്നു, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമ്മൾ ഇന്നോ നാളെ ആയിട്ട് ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ്, ഏകദേശം മുമ്പത്തേക്കാളും കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും പറഞ്ഞു വയ്ക്കണില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും എൻ്റെ മദ്രസത്തെ ബോക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എൻ്റെ സ്കൂളിലത്തെ ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബോക്സല്ല, പൗച്ചാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കാത്തതിനേക്കാളും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ലോങ് വീഡിയോസിന് എനിക്ക് വ്യൂസ് കിട്ടാറില്ല, ബട്ട് ആ ഒരു ലോങ് വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കൂടുതൽ വ്യൂസ് കിട്ടുമ്പോഴാണ് എനിക്ക് അടുത്തടുത്ത ലോങ് വീഡിയോസ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇടാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വന്നിട്ടില്ല, എൻ്റെ മദ്രസത്തെ ബോക്സ് മേക്ക് ഓവർ ചെയ്യാനാണ് കേട്ടോ. ആകെ വൃത്തിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സ്. മദ്രസ തുടങ്ങി മീൻസ് ഒരു ഏപ്രിലിൽ തുടങ്ങി മദ്രസ തുടങ്ങി. അപ്പോൾ ഏപ്രിലിൽ വാങ്ങിച്ച ബോക്സാണ്. ഇപ്പോൾ കോലം നോക്കുക, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം മേക്ക് ഓവർ ചെയ്തെടുക്കാറുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ബോക്സ് മേക്ക് ഓവർ ഇച്ചിരി ഈസിയാണ്, എന്നാൽ ടഫുമാണ്. അങ്ങനത്തെ ഒരു ടിപ്പാണ് ബോക്സ് മേക്ക് ഓവർ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ബോക്സിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നീക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലോണം ടിഷ്യൂ ഒക്കെ വെച്ച് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ നീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 ഐറ്റംസ് പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഒന്നുമില്ല, പഴയ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കുഴപ്പമില്ല. സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസം നമ്മൾ ഇങ്ങനെ ബാക്ക് പാക്കിങ്, അതുപോലെ തന്നെ ബോക്സ് പാക്കിങ്, അങ്ങനത്തെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും, എല്ലാവരും ഇരുന്ന് കാണാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നമുക്ക് ഈ ബോക്സ് മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ആചാരമായ സ്റ്റിക്കർ എന്തായാലും വേണമല്ലോ. അപ്പോൾ എന്തായാലും സ്റ്റിക്കേഴ്സ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഇനി ഇവിടെ ഒട്ടിക്കണം. ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എൻ്റെ കുറച്ച് കലാവിരുതുകൾ കാട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മായ്ച്ച് കളയും കേട്ടോ. ഒക്കെ മായ്ച്ച് കളഞ്ഞിട്ട് പുതിയ ഐറ്റംസ് ഒക്കെ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് മായ്ക്കണേന്ന് അറിയുമോ? മായ്ക്കണതെന്ന് വെച്ചാൽ വൈറ്റ് പെയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു കൈയുണ്ടോ, അത് നമ്മുടെ നൗറയാണ് കേട്ടോ, വിച്ച് മീൻസ് നിങ്ങൾക്ക് സിയാന്ന് വിളിക്കാം. അപ്പോൾ നൗറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൗറ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് കളിക്കാൻ വന്നത്, അതുകൊണ്ട് അവളുടെ കൈയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ബോക്സ് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ കേട്ടോ. വൈറ്റ് ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിങ്കോ പർപ്പിളോ അല്ലെങ്കിൽ യെല്ലോ, ഇതിൻ്റെ പേസ്റ്റൽ കളേഴ്സ് അടിച്ചിട്ട് കൂടെ മാച്ച്, ഡാർക്ക് കളേഴ്സ് ഇച്ചിരി മാച്ച് ആവില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഇങ്ങനെ അലങ്കരിച്ചില്ല. അങ്ങനെ അലങ്കരിച്ചാൽ കൊള്ളാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് വേസ്റ്റ് കോട്ട് മാത്രമേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേസ്റ്റ് കോട്ട് അടിച്ച് ഇച്ചിരി ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ഐറ്റംസും ഒട്ടിക്കാൻ നോക്കാം. ബട്ട് എനിക്ക് എൻ്റെ ആക്രാന്തി കൊണ്ട് ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് അപ്പം തന്നെ നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റിക്കറല്ല, ഇത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അത് നമ്മുടെ എന്താ ഇങ്ങനെ പീൽ ചെയ്യാൻ പറ്റിയ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ 4 സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ 2 സൈഡിലും, മുകളിലും അടിയിലും സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചെടുത്താൽ തന്നെ ഇച്ചിരി തിളക്കമൊക്കെ വരും കേട്ടോ, കുട്ടിക്ക് ഇച്ചിരി തിളക്കൊക്കെ ആവും. പിന്നെയെന്ന് പറയുന്നത് നടുക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കണം നല്ലതല്ലല്ലോ, അല്ലല്ലേ? യെസ്, നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നടുക്ക് ബ്ലാങ്ക് ആക്കി വെക്കണ്ട, നടുക്ക് എന്തെങ്കിലുമൊക്കെ കലാവിരുത് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയാനുള്ളത് നടുക്കുള്ള ഭാഗങ്ങളാണ്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ നെഗില്ല, അതുകൊണ്ട് തന്നെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ASMR ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഞാൻ ASMR സെറ്റാക്കും? അപ്പോൾ എന്തായാലും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ അലങ്കാരി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു മീനിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ എൻ്റെ ഓൾ സ്റ്റിക്കർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോർട്സ് ആണോ ലോങ് വീഡിയോ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഷോർട്സിലോ ലോങ് വീഡിയോയിലോ ആയിട്ട് നമ്മൾ സ്റ്റിക്കർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തോട്ടുണ്ടെങ്കിൽ വേഗം പോയി കേട്ടോ. അതിൽ എൻ്റെ സ്റ്റിക്കേഴ്സ് എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഈ സ്റ്റിക്കേഴ്സ് ഞാനിപ്പോൾ കാണാത്തവർക്കും വേണ്ടി മടിയായിരിക്കും വേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ മാമ സൗദിയിൽ നിന്ന് കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്കേഴ്സൊക്കെയാണിത്, എല്ലാ സ്റ്റിക്കേഴ്സും അതെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി സൈഡിൽ സ്റ്റിക്കേഴ്സും ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമ്മുടെ ഉള്ളിലത്തെ അലങ്കാര പരിപാടികൾ നോക്കാം. അപ്പോൾ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ഗ്രീൻ ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള, ക്യൂട്ട് എന്നല്ല ഒരു എലഗൻറ്റ് പ്രീമിയം എസ്തറ്റിക് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കെയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ വെച്ചത് എൻ്റെ നെയിമുള്ള ഒരു പെൻസിൽ, അങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. കാണാത്തുണ്ടെങ്കിൽ വേഗം പോയി കാണാം. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഈ ഒരു നെയിം പെൻസിൽ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയിം പെൻസിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞ ആപ്പിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഞാൻ ആ പറഞ്ഞ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു നെയിം പെൻസിൽ, പിന്നെ ഒരു ബ്ലൂ ക്ലിക്ക് പെൻ, പിന്നെ ഞാൻ ഒരു നോർമൽ പെൻസിൽ, പിന്നെ ഒരു ഇറേസർ, പിന്നെ ഒരു ഷാർപ്നറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബേസിക് ഐറ്റംസ് ഒക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബാക്കിലത്തെ ഐറ്റംസ് ആണ്. ഇതാണ് ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഐറ്റംസ്. ഇനി നമുക്ക് ബാക്കിലത്തെ ഐറ്റംസ് കാണണ്ടേ. സോ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ അവസ്ഥ. അപ്പം അതിനൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ നേരത്തേതുപോലെ തന്നെ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചെടുത്തു ഗൈസ്. നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിച്ചെടുക്കാൻ. പിന്നെ അത് ഉണങ്ങണ വരെ ഇച്ചിരി കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ബേസ് കോട്ടൊക്കെ ഒന്ന് അടിച്ചെടുത്തു. പിന്നെന്ന് പറയാം, അതോ പെയിൻറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ തന്നെ A4 ഷീറ്റോ നോട്ട്ബുക്കിൻ്റെ പേജോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കി. എന്നിട്ട് നമ്മൾ സൈഡിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചു. ആംഗ്രി ബേർഡിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ 2 സ്റ്റിക്കേഴ്സ് അപ്പുറത്തുപ്പുറം ചെയ്യും. പിന്നെ ഈ കയ്യിൽ എന്താണ് പെയിൻറ്റ് എന്ന് വെച്ചാൽ ചോദിക്കണ്ട, കാരണം ഇത് നമ്മൾ നേരത്തെ ബേസ് കോട്ട് അടിച്ചപ്പോൾ കിട്ടിയ പെയിൻറ്റിൻ്റെ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കയ്യിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റൊക്കെ അടിക്കുമ്പോൾ എൻ്റെ പോലെ അടിക്കാതെ സൂക്ഷിച്ചടിക്കാൻ നോക്കുക. ബട്ട് കുഴപ്പമില്ല, ഇത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുകിയാൽ പെട്ടെന്ന് പോകും, അതുകൊണ്ട് സീനില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ സെല്ലോ ടാപ്പും കൊണ്ട് എവിടെയാണ് വരുന്നത്? ഒന്നുമില്ല ഗൈസ്, പൊട്ടിയോന്നൊന്നും അവർ ചോദിക്കേണ്ട. ബോക്സ് ഒരു പൊട്ടലും ഇല്ല, നല്ല കേടില്ലാതെ തന്നെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്, ആണല്ലോ ഇപ്പോൾ കണ്ടത്. ബട്ട് ക്രാക്കിംഗ് ഫാക്ടർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ വെക്കാറില്ല. ബട്ട് ചിലയിലൊക്കെ വരാറുണ്ട്, അതൊക്കെ പോട്ടെ. ഇപ്പോൾ സെല്ലോ ടാപ്പ് എന്തിനാ ഒട്ടിക്കണേന്ന് വെച്ചാൽ ഈ വൈറ്റ് ബോർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് പിങ്ക് ബോർഡാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ക്ലാസ്സിൽ ബോർഡ് അടിച്ചിരിക്കുമ്പോൾ ഒരു സ്കെച്ച് ഉണ്ടെങ്കിൽ അതിലിങ്ങനെ എഴുതി കളിക്കാനും അപ്പോൾ വാട്ടർ പ്രൂഫും ആവും. അതുപോലെ തന്നെ നമുക്ക് ഈസിയായി റബ്ബ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഒരു ഇത് കാണിച്ചൊരു എക്സാമ്പിൾ കണ്ടോ, ബ്ലാക്ക് സ്കെച്ച് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഗ്രീനാണ് എടുത്തത്. എന്നിട്ട് സെറ്റാക്കാം. പിന്നെ ഒരു ടിഷ്യൂ എങ്ങാനും നിങ്ങളുടെ പൗച്ചിൽ വെച്ചാൽ മതി, നിങ്ങൾക്ക് ബോക്സിൽ വെച്ചാൽ മതി. അപ്പോൾ കേട്ടോ ഇതുപോലെ റബ്ബ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ASMR ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ലെറ്റർ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേ ടൈപ്പ് ലെറ്റർ ഉണ്ട്. Bയും Oയും Xും ആണ് നമ്മൾ എടുക്കുന്നത്. ഈ 3 ലെറ്റർ വെച്ചിട്ട് BOH ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് സംഭവം പഠിച്ചില്ലേ? അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ നെയിമിൻ്റെ ലെറ്ററിൻ്റെ സ്റ്റിക്കർ ഇല്ലാത്തൊരു വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എഴുതാനോ വരയ്ക്കാനോ ഒക്കെ പറ്റും, അല്ലെങ്കിൽ അത് വേണമെന്ന് തന്നെ നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസ് വെക്കുന്നുണ്ട് ഞാൻ. ഗ്രീൻ പെൻസിൽ, പിന്നെ ഒരു ബ്ലാക്ക് സ്കെച്ച്, പിന്നെ ഒരു ഫ്ലൂറോസെൻറ്റിൻ്റെ 2 സ്കെച്ച്. ഹൈലൈറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫ്ലൂറോസെൻറ്റിൻ്റെ സ്കെച്ച്. സംഭവം പൊളിയാണ് കേട്ടോ, ഹൈലൈറ്ററിനേക്കാളും ബെസ്റ്റാണ്. ബട്ട് ഹൈലൈറ്റർ വേറേതാണ്, ബട്ട് ഇതും നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ആ ഒരു സ്കെച്ചിൻ്റെ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഹൈലൈറ്ററിൻ്റെ ഒരു ഇത് കിട്ടും. നമ്മൾ 2 ഹൈലൈറ്റർ പോലത്തെ ഫ്ലൂറോസൻ സ്കെച്ചും പിന്നെ 2 സ്റ്റിക്കറും പിന്നെ ഒരു സ്കുഷിയും വെച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്കുഷി എന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ പഞ്ഞി, നമ്മുടെ ഡ്രൈ എന്താ പറയുക, എയർ ഡ്രൈ ക്ലീൻ്റെ വാങ്ങിച്ചപ്പോൾ ഒരു ഇത് കിട്ടിയില്ലേ, ആ ഒരു സംഭവമാണ്. അതിൻ്റെ നമ്മൾ പഞ്ഞി നിറച്ചു, ഒരു സ്കുഷിയായി. അപ്പോൾ ഇത്രയുള്ള കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ബോക്സ് മേക്ക് ഓവർ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇച്ചിരി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ ബൈ.
പിന്നെ ഗിവ് അവേ വിന്നറിനൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഈ വീഡിയോ കാണും. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും പാട്ടൊക്കെ ഇട്ടിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ.